സാംസ്കാരിക രംഗത്തോട് പ്രതിബദ്ധതയോട് ഇടപെടുന്ന ഇന്ത്യയിലെ മികച്ച രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് അർജുൻ സിംഗ് സ്മാരക അവാർഡിന് ശ്രീ എം എ ബേബി അർഹനായത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 2 ദിവസം മുൻപ് ഈ അവാർഡ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ശ്രീ എം എ ബേബി ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന് ഈ നാടിൻ്റെ അനുമോദനോപഹാരം സമ്മാനിക്കാൻ പ്രിയപ്പെട്ട ദാസേട്ടനെ ക്ഷണിക്കുകയാണ്. സംഗീതത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, അങ്ങേക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ വിദ്യാഭ്യാസ മന്ത്രി ഒന്നുകൂടി ആവണം. ആയാൽ സ്കൂളുകളിൽ പ്രത്യേകിച്ച് തുടക്കം മുതൽക്ക് തന്നെ 10ാം ക്ലാസ് വരെയെങ്കിലും സംഗീതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനുള്ള വസതി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ചെറുപ്പക്കാരെ വളരെ ഷോർട്ടറായിട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ വിധത്തിൽ 1ാം ക്ലാസ് മുതൽ കൊണ്ടോ അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ കൊണ്ടോ കുറേശ്ശെ പഠിപ്പിക്കുന്ന ഒരു കരിക്കുലം ഉണ്ടാക്കണം. ഇത് ഓർമ്മയിലിരിക്കട്ടെ. തീർച്ചയായും എപ്പോഴെങ്കിലും, ഞാൻ അടുത്ത് തന്നെ ഒന്നും പറയാനുള്ള അവകാശം എനിക്കില്ല, പക്ഷെ എന്നാൽ എന്നെങ്കിലും ഇനിയും വിദ്യാഭ്യാസ മന്ത്രിയായി വരും എന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് അതിനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഈശ്വരൻ നൽകട്ടെ. ഞങ്ങളുടെ ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ, സംഗീതം വളരണം. അത് സംഗീതത്തിൽ പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ആണ് പ്രത്യേകിച്ച് ഈ അവാർഡ് തരുന്നതിന് ഉറപ്പായിട്ട് ഞങ്ങൾ വിനീതമായിട്ട് അങ്ങയോട് അപേക്ഷിക്കുന്നത്. ശ്യാമമാധവത്തിലൂടെ വയലാർ അവാർഡിന് അർഹനായ കവി പ്രഭാവർമ്മയ്ക്ക് അനുമോദനോപഹാരം ദാസേട്ടൻ സമ്മാനിക്കുകയാണ്. ഇനി ഇവിടെ കടപ്പാക്കട സ്പോർട്സ് ക്ലബിന് വേണ്ടി ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സത്യബാബു ഉപഹാരം നൽകുന്നു. ഈണങ്ങളുടെ മഹാശില്പി പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായുള്ള സ്വരലയ ദേവരാജൻ മാസ്റ്റർ അവാർഡ് ഡോക്ടർ SP ബാലസുബ്രഹ്മണ്യത്തിന് ഡോക്ടർ KJ യേശുദാസ് സമ്മാനിക്കുകയാണ്. അവാർഡ് ഏറ്റുവാങ്ങാൻ ശ്രീ SPBയെയും സമ്മാനിക്കാൻ ദാസേട്ടനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട SP ബാലസുബ്രഹ്മണ്യം അല്ലെങ്കിൽ ബാലു, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സംഗീതം കൊണ്ട് മാത്രമല്ല. ഇത് കാണിക്കാനോ ഇത് പറയാനോ ഉള്ളതല്ലെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം, ഒരു ചെറിയ ഇൻസിഡൻറ്റ്, പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റാണ്. സ്പെയിനിൽ, അല്ലാതെ പാരീസിൽ ഞങ്ങൾ രണ്ടുപേരും കച്ചേരിക്ക്, അതായത് സിനിമാ ഗാനങ്ങളാണെങ്കിൽ പോലും കച്ചേരിക്ക് പോയിരിക്കുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘാടകർക്കുമുള്ള സ്വഭാവം ലോകത്തെല്ലാവർക്കും ഉള്ളതാണ്. കഴിഞ്ഞപ്പോൾ ആരുമില്ല,
ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ പാരീസിലായിട്ട് പോലും ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നു. ഞാൻ റൂമിൽ കയറി കിടന്നു. പക്ഷേ ഇദ്ദേഹത്തിനൊരു ചെറിയ രീതിയുണ്ട്. ഒരു ചെറിയ കുക്കറും അതിനു പറ്റിയ ചട്നിയും അതിനു പറ്റിയ റൈസ് എല്ലായിടത്തും കിട്ടുന്നതുകൊണ്ട് ഈ കുക്കറും ഒക്കെ സംഘടിച്ച് വെച്ചിരിക്കും. രാത്രി അത് കുക്ക് ചെയ്ത് ആ ചട്നിയും ആ ചോറും കഴിച്ച് അതിനോടുകൂടി കേടും തൈര് എല്ലായിടത്തും കിട്ടുന്നതാണ്. അങ്ങനെ ഇരുന്ന് ഞാൻ അപ്പോഴൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കയറി കിടന്ന് ഒരു ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കാം, റൂം സർവീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൂം സർവീസ് ഇത്ര ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. തുറന്ന് നോക്കിയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് കണ്ണിൽ നിറഞ്ഞു പോയി. കാരണം വിശപ്പിനെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല, ആത്മാർത്ഥത. എൻ്റെ സഹോദരൻ കഴിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പങ്ക് അണ്ണനും കൂടെ കഴിച്ചിരിക്കണം എന്നുള്ളതിന് കൊണ്ടുവന്നിട്ടാണ് ഈ പറഞ്ഞ റൂം സർവീസ്. വാസ്തവത്തിൽ ഇന്നും എന്നും ഞങ്ങൾ രണ്ടുപേരും 2 ഗർഭപാത്രത്തിലാണെങ്കിൽ പോലും ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഞങ്ങൾ ഒന്നാണ്. Sabha Saraswatyai Namaha. First and foremost, Devarajan Master. He is here today. His soul is here today. His Sishyas, the elder Sishya and the youngest Sishya, we are all on this stage today. Myself and Master, we lived in the same area, 10 houses away. I used to come down and wait in the gate every day when he go for walk to touch his feet and take his blessings. It has become a routine for some years. If he doesn't come means he is in Kerala. If I am not at the gate means I am somewhere else singing. That has been the timetable. I am grateful to Mr. Shekhar, father of our A.R. Rahman, who first introduced me to Shri Devarajan Master, and that's how I could sing Kadal Palam song. And then எனக்கு ஸ்வரப்பிச்ச போட்ட எல்லா இசை கலைஞர்களுக்கும் எல்லா மொழியிலும் I am very grateful to them. And we have so many similarities. Das அண்ணாக்கும் எனக்கும். His father was a musician. My father was a musician. We come from poor families. We struggled together. And he came up, I came up. And the comparison stops only there. When somebody was referring to me as Mahagayaka, please don't believe in it. There is only one Mahagayaka, and I am a good Gayaka. I sing good, but Maha should go to only one person. My Manasika Guru, my elder brother, maybe my father-like figure, Sri Yesudas. And another similarity is in Telugu. We both were introduced by the same mentor called Kodandapani. Mr. Kodandapani first made Anna to sing in Telugu, and he gave me break also in Telugu.